Crunchyworld വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് ടൈം വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ ഈ ടേസ്റ്റി ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ ഒരു 500 ഗ്രാമോളം ചിക്കൻ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാനിക്ക് 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഉള്ളി ഒന്ന് 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ റെഡ് ചില്ലി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം കൂടി പോകാതെ ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 4-5 മിനിറ്റ് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത പൊട്ടാറ്റോസ് ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം ചെറുതായി എണ്ണ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ടതാണ്, അപ്പം അതിനനുസരിച്ചിട്ട് ഇടാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ ടൊമാറ്റോ സോഫ്റ്റ് ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ദാ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ നമുക്ക് റെഡിമെയ്ഡ് കോക്കനട്ട് മിൽക്കും എടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇത്തിരി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം ലെമൺ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് കൊറിയൻഡർ ലീവ്സ് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ സ്റ്റൂ റെഡിയായി. ഈ റെസിപ്പി ബാച്ചിലേഴ്സിനായിരിക്കും കൂടുതൽ ഹെൽപ്ഫുള്ള്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അതിൻ്റെ ഒപ്പം കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പം ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.